കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിലെ വിജയ സാധ്യത ബി.ജെ.പി. ഏത് കാൻഡിഡേറ്റ് ആര് ജയിക്കാനാണ് സാധ്യത കൂടുതൽ? കൃഷ്ണദാസ് ജയിക്കാനാണ് സാധ്യത കൂടുതൽ. കാര്യം ഇപ്പോഴത്തെ ഈ ഭരണങ്ങൾ അറിയാല്ലേ, സ്വർണ്ണമോഷണവും അയ്യപ്പനെ ഒരടിച്ചു മാറ്റി, വാജിവാഹനം ഒരടിച്ചു മാറ്റി. ഇനി എന്തിനുണ്ട്? എന്തെങ്കിലും ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കാൻ പറയും തന്നെയല്ലേ. അതുകൊണ്ട് കൃഷ്ണദാസ് ജയിക്കാനാണ്. എല്ലാവരുടെയും അഭിപ്രായം അങ്ങനെയാണ്. വണ്ടിയിൽ കാരണവരെ അഭിപ്രായം മൊത്തം അങ്ങനെയാണ്. മാറ്റം വേണം, വേറെ പുതിയ മാറ്റം വേണം എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. ഒന്നും പറയാറായില്ല, എല്ലാം ഒരേപോലെ നിൽക്കുകയാണ്. സതീഷിക്കൊണ്ടിരിക്കുകയാണ്, നല്ല വ്യക്തിയാണ്, കാര്യങ്ങൾ ചെയ്യും. മിക്കവാറും സതീശായിരിക്കും ജയിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനാണ് സാധ്യത. എം.ആർ. ബൈജു. ഇപ്പൊ കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഇവിടെ ഇടതും വല്ലതും തന്നെയാണ് മാറി മാറി ഭരിച്ചു വരുന്നത്. വികസനം എന്ന പേരിൽ തീർത്തും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. അതിനാണ് അവർ വികസനം എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ പ്രാവശ്യം എന്തായാലും ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായിട്ടും അമിത്ഷാജി ഉൾപ്പെടെ വന്ന് ഇവിടെ പ്രചരണം നടത്തുന്നുണ്ട്. അപ്പോൾ കെ കൃഷ്ണദാസ് ഏട്ടൻ തന്നെ ജയിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് പറയാൻ പറ്റൂല, ഇപ്പൊ എല്ലാം ടൈറ്റ് മത്സരമാണ്. ജയിക്കണമെന്ന് ബി.ജെ.പി. ജയിക്കണമെന്ന് താല്പര്യമുണ്ട്. മണ്ഡലത്തിലെന്ന് പറഞ്ഞാൽ അഴിമതി പിടിച്ച എല്ലാ ഒരേ സ്ഥാപനം 3-4 പ്രാവശ്യം ഉദ്ഘാടനം ചെയ്യുന്ന അതാണ് ഇവിടുത്തെ ഇപ്പൊ നിലവിലുണ്ടായിരുന്ന എം.എൽ.എ. അത് ഇവിടെ ജയിക്കാൻ ഭൂരിപക്ഷം എം.ആർ. ബൈജു ആണ് ജയിക്കാൻ സാധ്യത. എന്നുവെച്ചാൽ ഈ തട്ടിക്കൂട്ട് പരിപാടിയാണ് ഇവിടെ നടക്കുക കൂടുതലും. ഐ.ബി. സതീഷ് ജയിക്കും. ഉറപ്പാണ്. വികസനത്തിന്റെ പാതയിലല്ലേ ഐ.ബി. സതീഷ്. ഇനി എന്ത് ചെയ്യാനുണ്ട്? ഒരു കാട്ടാക്കട വന്നാൽ കാട്ടാക്കട മാറി. കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ ഈ വർഷം മിക്കവാറും പി.കെ. കൃഷ്ണദാസ് ജയിക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം. മൊത്തത്തിൽ ഇത്രയും കാലം കൊണ്ടവർ ഇടതിൻ്റെയും വലതിൻ്റെയും ഭരണം വളരെ അസഹനീയമായിട്ട് ആയിരിക്കുകയാണ്. അതുകൊണ്ട് പുതിയൊരു, കാരണം കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു എം.എൽ.എ. ഉണ്ടായാൽ മാത്രമേ അങ്ങനെ ഒരു ഭരണസമിതി നിയമസഭയിൽ വന്നാൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള ഗുണങ്ങളുണ്ടാവും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം അതാണ്. ഐ.ബി. സതീഷ് ജയിക്കും. ഐ.ബി. സതീഷ് ജയിക്കണം. മൂന്നാം പ്രാവശ്യം കൂടി ജയിച്ചു വരണം. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയും കുറച്ചും കൂടി നല്ല കാര്യങ്ങൾ നമുക്കൊരു താലൂക്ക് ബേസ് എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഒരു തവണയും കൂടി ജയിക്കണം. അത് ആൾക്കാർ വിചാരിക്കണം. ആൾക്കാരെല്ലാം മൈനസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതൊരു പോസിറ്റീവ്. ഇനി ആകപ്പാടെ 3 ദിവസമേ ഉള്ളൂ. ഈ 3 ദിവസത്തിനുള്ളിൽ അതൊരു പോസിറ്റീവായിട്ട് എടുക്കണം. പിന്നെ എം.ആർ. ബൈജുവിനെ സംബന്ധിച്ച് നല്ലൊരു വ്യക്തിയാണ്. ആൾക്കാരത്തിൽ ഇടപെടാൻ പറ്റുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണ്. എങ്ങനെയാണ് മാറി മറിയണേന്ന് അറിഞ്ഞൂടാ. 10 വർഷം വരെ ഒരാൾ ഇരിക്കുകയില്ലേ, ഇനി മാറ്റം വരണം. ഐ.ബി. ജയിക്കാനാണ് ചാൻസ് കൂടുതൽ. ഇവിടെ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ ഇവർ 3 ടീമും ഒന്നുപോലെ പിടിച്ചു നിൽക്കുക. എൻ്റെ അഭിപ്രായത്തിൽ കൃഷ്ണദാസ് ജയിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ എം.ആർ. ബൈജു. എം.ആർ. ബൈജു ജയിക്കും. കൃഷ്ണദാസ് ജയിക്കുമെന്നാണ് തോന്നുന്നത്. കോൺഗ്രസ് ആയിരിക്കും. പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റൂല. എന്നിരുന്നാലും വിജയിക്കണമെന്നാണ് ഞങ്ങൾക്ക് താല്പര്യം. UDF ആണ്. ഏറെക്കുറെ 100 സീറ്റ് UDF-ന് വരുവാനാണ് സാധ്യത. ശിവ എൻ്റെ ഒരു ബന്ധുവാണ്, അതുകൊണ്ട് ഞാൻ ശിവനാണ് വോട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. പി.കെ. കൃഷ്ണദാസ് അദ്ദേഹം ജയിക്കുമോ? എനിക്കത് പറയാൻ അറിഞ്ഞൂടാ. LDF ആണ് സാധ്യത കൂടുതൽ. വിജയ സാധ്യത എന്ന് പറഞ്ഞാൽ ബി.ജെ.പി. വരാനാണ് ചാൻസ്. സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ.